വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 5ാം ക്ലാസ് ഗണിതം മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചതുരത്തിനകത്ത് 2 സെൻറ്റിമീറ്റർ വീതം ആരമുള്ള 2 വൃത്തങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നു. ചതുരത്തിൻ്റെ ഉയരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരത്തിൻ്റെ ഉയരം എത്ര എന്നാണ്. എത്രയായിരിക്കും ചതുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്? അതായത് ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ ആരം, റേഡിയസ്. ഇതും അതിൻ്റെ റേഡിയസ് ആണ്. എത്ര? 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം മൊത്തം എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ ഉയരം 4 സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചതുരത്തിൻ്റെ നീളം നോക്കൂ. ഇവിടെ സെൻറ്ററിൽ 2 ആയിരിക്കും, ഇവിടെ 2, അപ്പം 4 ആയി. വീണ്ടും ഇത് ഇവിടെ 2, ഇവിടെ 2, അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം 2, 4, 6, 8 സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് നോക്കാം. ചിത്രത്തിൽ ചതുരത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൃത്തത്തിൻ്റെ ആരവും ചതുരത്തിൻ്റെ നീളവും തുല്യമാണ്. ചതുരത്തിൻ്റെ നീളം ഉയരത്തിൻ്റെ ഇരട്ടിയാണ്. ചതുരത്തിൻ്റെ ഉയരം 1000-ന് തുല്യമാണ്. ആരത്തിൻ്റെ 4 മടങ്ങാണ് ചതുരത്തിൻ്റെ നീളം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണെന്നുള്ളതാണ്. ഇനി ഡി ക്വസ്റ്റ്യൻ. മട്ടത്തിൻ്റെ മൂലകൾ ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 സെൻറ്റിമീറ്റർ ആണ് നീളത്തിലുള്ള വര വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, സിക്കിം, കേരളം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവയാണ്. ഓരോരുത്തരിലും ജനസംഖ്യ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നവയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ എഴുതാം, അറിയാം ആരാണ്. ഉത്തർപ്രദേശ്. ഫസ്റ്റ് വൺ ഉത്തർപ്രദേശാണ്. രണ്ടാമത്തെ 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മില്യണിൽ കുറഞ്ഞത് ഹിമാചൽ പ്രദേശാണ്. ഏതാണ്? ഹിമാചൽ പ്രദേശ്. 7 മില്യനോട് ഏറ്റവും അടുത്ത ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഹിമാചൽ പ്രദേശ്. 7 മില്യനോട് ഏറ്റവും അടുത്ത ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഏതാണ്? സിക്കിം. 7 മില്യനോട് ഏറ്റവും കണ്ടോ 6 മില്യൺ ആണല്ലേ. 7 മില്യനോട് ഏറ്റവും അടുത്ത ജനസംഖ്യയുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 1 മില്യണിൽ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. 2 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ചേർന്നാൽ 20 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ഇടയിലാണ്. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിക്കിം, ഗോവ. ഇനി ഈ ക്വസ്റ്റ്യൻ. പട്ടികയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 3 സംസ്ഥാനങ്ങളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചിരിക്കൽ എഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശ്. സിക്കിം, ഗോവ, ഹിമാചൽ പ്രദേശ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 5000-ൽ താഴെ എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് എത്രയായിരിക്കും? 4000. എത്രയാണ്? 4000. 5000 താഴെ എത്ര 4 അക്ക സംഖ്യകളുണ്ട്? 4000. ഓക്കെ. ബി 3, 2, 5, 4, 7 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 7 എടുക്കുക. പിന്നെ ഏത് ഇടണം? 5. അത് കഴിഞ്ഞിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞിട്ട് 2. അക്കങ്ങളുടെ തുക 4 ആയ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കങ്ങളുടെ തുക 4 ആയ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, അതായത് 400. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 4 തന്നെയല്ലേ കിട്ടുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ. 34,143 അല്ലേ, ഒരു ഇരുവഴി സംഖ്യയാണ്. ഇതേ അക്കങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു 5 അക്ക ഇരുവഴി സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 1,
3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4, 6, 7 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ച് എഴുതിയാൽ അവയിൽ 476 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 647 സി ആണ് ഓപ്ഷൻ. ഇനി നാലാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഇതിലൊന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2 സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തിയ രീതി നോക്കൂ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം 10 × 10 100 അല്ലേ. പിന്നെയോ 10 അടുത്തത് എന്താണ്? അപ്പോൾ 10 × 10 100, 10 × 6 60. അടുത്തത് എത്രയായിരിക്കും? 6 × 10 30 അല്ലേ. അടുത്തത് 6 × 3 18, 3 30. ഇങ്ങനെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചപ്പോൾ 2040 കിട്ടി. അതിനടുത്ത സംഖ്യയെ 17 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കിട്ടും എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ എത്രയാണ്? 2057 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മുകളിൽ കൊടുത്ത ക്രിയകളെ ശരിയായി യോജിപ്പിച്ച് ചുവടെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായത്. ഒന്നാമത്തേൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ. ബി എന്നുള്ളത് ഏതാണ്? നാലാമത്തെ ഓപ്ഷൻ. അടുത്തത് 26ൻ്റെ അല്ലേ. 26ൻ്റെ സി രണ്ടാമത്തെ ഓപ്ഷൻ. അടുത്തത് 29 × 8 അതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഫോർത്ത് ബിയിലെ എ ക്വസ്റ്റ്യൻ ആണ്. 25 × 15 375 ആണ്. 25 × 16 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 375 + 25 ആണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന ചതുര ഗുണന രീതി നോക്കൂ. ഇവിടെ നോക്കൂ. 10 × 300 ആണ് ഇടേണ്ടത്. അപ്പോൾ 10 × 30, അതുപോലെ 10 × 2 20. ഇനി 3 × 30 60, 3 × 2 6. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഏതൊക്കെ സംഖ്യകളാണ് ഗുണിച്ചതെന്നാണ് എഴുതേണ്ടത്. 32ഉം 13ഉം അല്ലേ. 32ഉം 13ഉം ആണ് ഗുണിച്ചത്. 13, 32ഉം 13ഉം അല്ലേ. ഇനി ഗുണനഫലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുണനഫലം 416 ആണ്. ഏതൊക്കെയാണ്? 416. ഇനി 49 × 16 ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 49 × 16 ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ 28 × 28 എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. 7 × 4 × 7 × 4 ഇങ്ങനെയോ എഴുതാവുന്നതാണ്. ഇനി താഴെ ഒരു ചിത്രം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം വരച്ച് 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ ആരമുള്ള ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം തുല്യമാകത്തക്ക വിധത്തിൽ വൃത്തത്തിൻ്റെ രൂപം വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തം വരച്ചിട്ട് അതിലെന്താണ് വശങ്ങളെല്ലാം ഈക്വൽ ആകുന്ന വിധത്തിൽ എന്തെങ്കിലും ഇത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. സമചതുരത്തിനകത്ത് വൃത്തത്തിൻ്റെ ആരത്തെക്കുറിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായത്. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ പകുതിയാണ്. ഇനി ആറാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ 1164 പേന 12 വീതമുള്ള പാക്കറ്റുകളിലാക്കിയാൽ എത്ര പാക്കറ്റ് പേന ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 97. എത്രയാണ്? 97. നിങ്ങൾ ഹരിക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ 91/7 എത്രയെന്ന് ചുവടെയുള്ള ഘടകങ്ങളിൽ വിട്ടുപോയവ പൂരിപ്പിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 10 × 70 അല്ലേ. 70. അടുത്ത എത്രയാണ്? 3 അല്ലേ. 7 3 21.
അപ്പോൾ 91 നിന്ന് 70 മൈനസ് ചെയ്താൽ 21 അല്ലേ. അപ്പോൾ 73 21. അപ്പോൾ 21 നിന്ന് 21 മൈനസ് ചെയ്താൽ 0 ആയിരിക്കും. അപ്പോൾ 91/7 എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ 11 കൊണ്ടുള്ള ഹരണവുമായി ബന്ധപ്പെട്ട ഒരു ക്രമം തന്നിരിക്കുന്നു. 10 × 22/11 തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ബി ആണ്. 2 × 10 ആണ്. ഇനി അല്ലെങ്കിൽ ഓപ്ഷനായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് 1425നെ 12ൻ്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 118 × 12 + 9 ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 128ന് 6ൻ്റെ മടങ്ങും മിച്ചവുമായി എഴുതിയത് താഴെ കൊടുത്തവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 21 × 6 + 2 ആണ്. ഓപ്ഷൻ ബി ആണ്. ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5, 14, 23, 32 ഇത് 9 കൊണ്ട് ഹരിച്ചാൽ 5 മിച്ചമായി വരുന്ന സംഖ്യകളുടെ പാറ്റേൺ ആണ്. ഇതിൽ 103 ഉണ്ടാകുമോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടാകുമോ 103? ഉണ്ടാകില്ല. കാരണം 103നെ 9 കൊണ്ട് ഹരിച്ചാലും മിച്ചമായിട്ട് എന്ത് വരില്ല? 5 അല്ല, അല്ലെങ്കിൽ മിച്ചം 4 ആണ് അല്ലേ. മിച്ചം 4 ആണ്, മിച്ചം 5 ആയിട്ട് വരില്ല. അപ്പോൾ 103 ഉണ്ടാകില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ മാത്സിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.